ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത്. ഇഡ്ഡലി, സാമ്പാറും പിന്നെ ചമ്മന്തി മൂന്നുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് പ്രാഞ്ഞിൽ എന്ന് പറഞ്ഞ മീൻ അല്ലേ, പ്രാഞ്ഞിൽ. നമ്മുടെ അവിടെ എന്താ പറയുക എനിക്കറിയില്ല. അതാ വറുക്കാൻ 2 കഷ്ണം ഇട്ടിട്ടുള്ളത്. അതാണ് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് കറി വയ്ക്കാനും വറക്കാനും. പേര് പ്രാഞ്ഞിൽ എന്നും പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളടൂ എന്നുള്ള പേരും പറയുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസസാണ്. കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അടിപൊളി മീനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ വേറെ മീൻ പേരറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, നോക്കിയിട്ട് നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ വറക്കാൻ ഞാൻ അതൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചു. ബാക്കിയുള്ളതാണത്. ഇത്തിരി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ഒരു ഭാഗം, എന്നാലും കുഴപ്പമില്ല, ചൊവയൊന്നുമില്ല. ഈ ഭാഗത്തിന് കുഴപ്പമില്ല കണ്ടില്ലേ. ഇത് ഈ ഭാഗം വലിയ കുഴപ്പമില്ല എൻ്റെ കിട്ടി. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ വെറുതെ ഞാൻ ഇത്തിരി പരിപ്പ് വെറുതെ വേവിച്ചൊരു സവാള ഇട്ടിട്ട്, എന്നിട്ട് ഇത്തിരി ഉള്ളി അരിഞ്ഞിട്ട് അങ്ങ് കടുക് താളിച്ചു. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ കറി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ ഇത് പഴം ഞാൻ ഒന്നും അല്ലാതെ പഴുത്തു. അപ്പോൾ ഞാൻ വെറുതെ ഓരോ കഷ്ണമാക്കിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതിൽ ചീനിച്ചട്ടിയിൽ പാനിലിട്ടിട്ട് ദോശയൊക്കെ ഉണ്ടാക്കണ ആ പാനിലിട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് വരട്ടിയെടുത്തു. എന്നിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വെച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇതാ അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ്. നെയ്യിൻ്റെയും പഞ്ചസാരയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ്. അങ്ങനെ പാകമായിട്ടുള്ള പഴം ഈ ഓണാവുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് വരട്ടി വയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ എഗ്ഗ് ചേർത്തിട്ട് എന്തെങ്കിലുമൊക്കെ മുട്ടയും ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ പല സൈസിലും ഉണ്ടാക്കാം.